ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇത് പ്രണയിക്കുന്നവരുടെ മാത്രം ദിവസമല്ല. ചിലർക്ക് ഈ ദിവസം പോയ കാലത്തെ നഷ്ടപ്രണയങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ്. അന്ന് അവരനുഭവിച്ച ഒരുതരം ഹൃദയവേദനയുണ്ട്. ചങ്ക് പൊട്ടുന്നത് പോലെയുള്ള വേദന, ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ. ആ വേദന കവികളുടെ വെറും ഭാവന മാത്രമല്ല, അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും അതിനെപ്പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിന് നിറവും ഈണവും നൽകിയവർ എന്നേക്കുമായി അകന്നു പോകുമ്പോൾ താളം തെറ്റുന്നത് മനസ്സ് മാത്രമല്ല, നമ്മുടെ ശരീരവും കൂടിയാണ്. അതിശക്തമായ പ്രണയനൈരാശ്യമോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ശരീരത്തിലേക്ക് അമിതമായ അളവിൽ അഡ്രിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകളെ പമ്പ് ചെയ്യും. ഈ ഹോർമോണുകളുടെ അമിതമായ ഒഴുക്ക് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിൾ ഒരു ബലൂൺ പോലെ വീർക്കുകയും ഹൃദയത്തിന്റെ ആകൃതിയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ അനുഭവപ്പെടുന്ന ശ്വാസം മുട്ടലും വേദനയും വെറും തോന്നലല്ല, അത് ശരിക്കുമുള്ള ഹാർട്ട് അറ്റാക്കിന്റെ വേദനയ്ക്ക് സമാനമായ വേദന തന്നെയാണ്. ഈ അവസ്ഥയെ ശാസ്ത്രം വിളിക്കുന്നത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം അല്ലെങ്കിൽ ടാക്കോസൂബോ കാർഡിയോമയോപ്പതി എന്നാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലെ ഹൃദയത്തിന്റെ മാറ്റം താൽക്കാലികമാണ്. യഥാർത്ഥ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴുള്ളതുപോലെ സ്ഥിരമായ വലിയ വിള്ളലുകൾ ഹൃദയത്തിനുണ്ടാവാറില്ല. ജപ്പാനിൽ കിൻസുഗി എന്നൊരു കലയുണ്ട്. വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഉടഞ്ഞു പോയാൽ ആ വിള്ളലുകളെ സ്വർണം കൊണ്ട് വിളക്കിച്ചേർത്ത് പഴയതിലും വിലപിടിപ്പുള്ളതാക്കി മാറ്റുന്ന മനോഹരമായൊരു കല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. വേർപിരിയലുകൾ കൊണ്ടുണ്ടായ വേദനയും വിള്ളലുകളും അനുഭവങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടും. അന്നത്തെ ആ പ്രണയ നൈരാശ്യത്തിൻ്റെ വേദന വെറുമൊരു തോന്നലായിരുന്നില്ല. ദാറ്റ് പെയിൻ വാസ് റിയൽ. പക്ഷേ കാലം ആ മുറിവുകളെ വിളക്കിച്ചേർക്കും, കൂടുതൽ മനോഹരമാക്കും, ഒരു കിൻസുഗി കല പോലെ.